നിങ്ങൾ ഇവിടെ ഇങ്ങനെ കുത്തിയിരുന്ന കാര്യം നടക്കത്തില്ലെന്ന്. നാളെ വാടക കൊടുക്കണം. വീട്ടിലാണെങ്കിൽ ഒരു 8 മണി അരിയില്ല. അരി മേടിക്കണമെങ്കിൽ എവിടെങ്കിലും പോയി കാശ് ഉണ്ടായിക്കൊണ്ട് വന്നാട്ടെ. എന്റെ വർഷത്തിൽ കേട്ടൊന്നും ആരാട്ട് എനിക്ക് തരാൻ വേണ്ടി കാശ് എടുത്ത് അങ്ങനെ വെച്ചിരിക്കുന്നത്. ഞാൻ പറയുന്നേക്ക് അടുത്ത ശനിയാഴ്ച ഒരു പശുവിനെ വിൽക്കാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതൊന്ന് കഴിഞ്ഞോട്ടെ. ശനിയാഴ്ച വരെ എന്തോടത്ത് വെച്ച് മേടിക്കണമെന്നായി പറയുന്നേ. ഒന്ന് ഇവിടുന്ന് ഇറങ്ങി പോകാമോ? അമേരിക്കയ്ക്ക് എല്ലാവരും എന്താ ഞാൻ സെൻസസ് എടുക്കാൻ വന്നതാ. ഞങ്ങൾക്ക് യൂണിറ്റ് കുറവാ. സാറാ ഒന്ന് കൂട്ടിത്തരണം. ഇങ്ങോട്ട് കയറി ഇരുന്നാട്ടെ. റേഷൻ കാര്യത്തിനല്ല, ഇത് വരുമാനം ജനസംഖ്യ അറിയാനാണ്. സാറാണോ ഗൃഹനാഥൻ? ആ, ഞാൻ തന്നെ. ഓ, ഇങ്ങനെ ഉള്ളതും ഇല്ലാത്തതും കണക്കാ സാറേ. വീട്ടുകാരന്റെ പേര്? കേശവുള്ള. പുന്നക്കാപ്പള്ളി രാമൻപിള്ള കേശവുള്ള എന്നാ എന്റെ ശരിക്കുള്ള പേര്. തൊലിക്കാപ്പള്ളി. പോഴ പ്രതാപം പറഞ്ഞിട്ട് ഇരുന്നാ മതിയല്ലോ. അമ്മ മിണ്ടായിരിക്കും. എങ്ങനെ ഉണ്ടായിരിക്കടി സാറേ? സാറും കൂടെ കേൾക്കണം. ഞങ്ങളങ്ങ് പട്ടണക്കാട്ട് നല്ല നില കഴിഞ്ഞിരുന്നവരാ. ഈ ഇരിക്കുന്ന മനുഷ്യൻ അവിടെ ഒരു വാസുദേവക്കുറുപ്പിന്റെ ചിട്ടിക്ക് ജാമ്യം നിന്നു. ആ കാലൻ ഇങ്ങനെ ശരിക്കങ്ങ് പറ്റിച്ചു. ഉണ്ടായിരുന്നതെല്ലാം ചിട്ടിക്കാര് ജപ്തി ചെയ്തോണ്ട് പോയി സാറേ. ഒടുവിൽ അവിടെ നിൽക്കാൻ നിവർത്തിയില്ല. ഞാൻ നാട് വിട്ടു പോന്നവരാ ഞങ്ങള്. ഓഹോ, അപ്പൊ ഈ വീട്ടുപേരെന്തോന്നാ? വയൽനികത്തിൽ. കേശവിളി ചേട്ടന് വയസ്സത്രയായി? 62. ഭാര്യയുടെ പേര്? ജാനകി. ജാനകി അമ്മ. വയസ്സ്? വയസ്സെന്ന് പറഞ്ഞാലിപ്പോ പ്രശോഭനെ പ്രസവിക്കുമ്പോ 46 സാറേ. അതെങ്ങനെയാണ് ഇവിടെ വയറ്റുള്ള ഒറ്റ വീക്കും. പണ്ടേ നിങ്ങക്ക് ഓർമ്മപ്പച്ചക. 46 സാറേ. ജാനകി അമ്മ വയസ്സ് 46. ഇനി മക്കളുടെ പേരും വയസ്സും പറയും. പ്രശോഭൻ 26, പ്രസന്ന 22, പ്രഭ 16, 18. ഇടയ്ക്ക് ഒരു പറയല് പെണ്ണെ 16 സാറേ. പിന്നെ അവള് പ്രസവിച്ചില്ല, വയസ്സായില്ലേ. ആണുങ്ങൾ തിന്നെ വന്നിരിക്കുമ്പോ കളിതമാശ പറയരുത് 100 തവണ പറഞ്ഞിട്ടില്ലേ മുതുക്ക. ഓരോരുത്തരുടെയും തൊഴിലും വരുമാനം ഒന്ന് പറഞ്ഞേ. കേശവിളേട്ടൻ എന്താ ജോലി? ജോലി എന്ന് പറഞ്ഞാലിപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ല. പിന്നെ ഉപായത്തില് ചില പശുക്കച്ചവടമൊക്കെ നടത്തും. പശുക്കച്ചവടം സർക്കാർ അംഗീകരിച്ച പണിയല്ല, അതുകൊണ്ട് കൃഷിന്ന് എഴുതാം. ജാനകി അമ്മ ഗൃഹഭരണം. എന്താ പോരെ? അതേ, അവളായി ഗ്രഹം ഭരിക്കുന്നത്. പ്രശോഭൻ 26 വയസ്സ്. എന്താ ജോലി? തെക്ക് വടക്ക് നടപ്പും വായു നോട്ടോ. പിന്നെയും തുടങ്ങിയല്ലോ സാറേ. ഞാൻ പറയാം. അവൻ 10ാം ക്ലാസ് പാസ്സായി, ടൈപ്പും കഴിഞ്ഞ് ഇപ്പൊ ജോലിയൊന്നും ഇല്ലാതിരിക്കുക. അവന്റെ ഇളയതാ പ്രസന്ന. അവളൊരു കടയിൽ തയ്ക്കാൻ പോവുക. അതിന്റെ ഇളയത് ഇവള് പ്രഭ. ഇവളിപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞ് ടൈപ്പിന് പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോ ഈ വീട്ടിലെ വരുമാനം എഴുതാനുള്ളത് പ്രസന്നകുമാരിക്കാണ്. അതെ അല്ലേ? അതെ. തയ്യല്? അപ്പൊ പ്രസന്നകുമാരിക്ക് എന്ത് വരുമാനം കിട്ടും? വരുമാനമായിട്ടൊക്കെ എന്തോ കിട്ടാനാ സാറേ. അവിടെ വട്ടച്ചെലവൊക്കെ കഴിഞ്ഞ് എന്തെങ്കിലും ഒന്ന് മിച്ചം കാണും. എല്ലാ വീട്ടിലും ഇപ്പൊ തയ്യക്കാർ. ബാബു, ഇങ്ങോട്ട് വന്നേ. ഫാൻസിന്റെ തുണിയുണ്ട്. അയ്യോ, സാധനം തീർന്നു പോയല്ലേ സാറേ. അടുത്ത ആഴ്ച കൊണ്ടുവരാം. പിന്നെ നല്ലൊരു ഫോറിൻ ജെട്ടി ഉണ്ട്, വേണോ? ഫോറിൻ ജെട്ടിക്ക് എന്താ വില? വിലയൊക്കെ നമുക്ക് തീരുമാനിക്കാം സാറേ. പക്ഷെ സാധനം ഒറിജിനല്ല. ആശാനെ, ഈ സ്പ്രേക്ക് എന്താ വില? അയ്യോ സാറേ, ഇത് വയസ്സന്മാർക്കുള്ളതാ. നിങ്ങൾക്കിപ്പോ ഇതിന്റെ ആവശ്യമില്ല. ഫസ്റ്റ് ക്ലാസ് ജെട്ടി. ഇത് മാത്രം ഇട്ടുകൊണ്ട് നടന്നാലും ആരും ഒന്നും പറയില്ല. ഇതാ ജെട്ടി. ഇത് പാറ്റാക്കിയതാണോ? അപ്പടി കിഴുത്തിയാണല്ലോ. പാറ്റാൻ നോക്കിയത്? താൻ ഏത് കോത്താഴ്ത്താനോ? ഇതേ അറബിയിൽ ഉപയോഗിക്കുന്ന സാധനമാ. അവിടെയൊക്കെ ഭയങ്കര ചൂടാണെന്നറിയില്ലേ? അപ്പൊ ഇങ്ങനെ കാറ്റ് കയറാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ദ്വാരമാണിത്. എയർ കണ്ടീഷൻ സാധനം. പാറ്റാൻ നോക്കിയതാണ് ഇത്. അപ്പഴേ എന്താ വില? ഇതൊക്കെ വിവരമുള്ള വലിയ വലിയ ആൾക്കാർ ഉപയോഗിച്ചതാ. അല്ല, ഉപയോഗിക്കുന്നതാ. 30 രൂപയിൽ ഒരു പൈസ കുറയത്തില്ല. ഒരു 15 രൂപ കൈ തരട്ടെ? എയർ കണ്ടീഷൻ ഇടാനുള്ള ഒരു ആഗ്രഹമല്ലേ? എടുത്തോണ്ട് കാശാ. കൊടുക്ക്. കാലത്തെ കൈനീട്ടമായിപ്പോ എന്ത് ചെയ്യാൻ? അമ്മ എന്റെ ബാഗിൽ നിന്ന് 10 രൂപ എടുത്തോ. ഞാനൊന്നും എടുത്തില്ല. എനിക്കിപ്പോ ഇതിന്റെ സത്യം അറിയണം. ഞാനേ പൂക്കച്ചവടം ചെയ്തുണ്ടാക്കിയ കാശല്ല. നെഞ്ച് വെള്ളമാക്കി മിഷൻ ചവിട്ടി ഉണ്ടാക്കിയതാ. കഴിഞ്ഞ ആഴ്ച റേഷൻ മേടിച്ച് എല്ലാവരും ഞണ്ണിയതേ എന്റെ കാശുണ്ടാ. അല്ലെന്ന് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ. സ്വർണ്ണക്കടയിൽ ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കാൻ വെച്ച കാശ.
ആരെടുത്തെന്നാ ഞാൻ ചോദിക്കുന്നേ? വൈക്കത്തപ്പനാണ് ഞാൻ എടുത്തിട്ടില്ലേ. എന്റെ കണിച്ചുകുളങ്ങര ഭഗവതിയാണ്. എന്റെ കണ്ണുകൊണ്ട് പോലും ഞാൻ കണ്ടില്ലേ. നന്ദിയില്ലാത്ത ആൾക്കാര്. എല്ലായിടത്തും അച്ഛനമ്മമാരാ പിള്ളേർക്ക് ആഭരണം വാങ്ങി കൊടുക്കുന്നത്. ഇവിടെ പെൺമക്കളെ കാശ് കൊണ്ടാ റേഷൻ മേടിക്കുന്നത്. അതും പോരെ നീ കാശ് കട്ടെടുക്കി. ഇങ്ങനത്തെ ഒരു നശിച്ച വീട്. നീ കിടന്ന് പിടയ്ക്കാതെ ആ പ്രശോഭനം ഇങ്ങോട്ടൊന്ന് വന്നോട്ടെ. ഇനിയിപ്പോ അവനെങ്ങാനും എടുത്തോന്ന് ചോദിക്കാം. അപേക്ഷ അയക്കാനും ബീഡിക്കും ബ്ലേഡിനും വരെ ഞാനാ കാശ് കൊടുക്കുന്നത്. ചേട്ടൻ ചോദിച്ചാ ഞാൻ പൊക്കില്ലേ? പിന്നെ എന്തിനാ മോട്ടിക്കുന്നത്? അവന്റെ ഗതികേട് കൊണ്ടല്ലേ മോളെ, നീ അങ്ങ് ക്ഷമിച്ചു മിണ്ടായിരിക്കും. അവള് പറയുന്നത് നേരല്ലയോ? നേര് തന്നെ എന്റെ അമ്മോ. അല്ലെങ്കിലും ഈ വീട്ടിൽ ആണുങ്ങൾക്ക് മിണ്ടാൻ അവകാശമില്ലല്ലോ. ഓ, മിണ്ടിയതിന്റെ ഫലം ഞങ്ങൾ കുറെ അനുഭവിച്ചു. ഇനി മിണ്ടണമെങ്കിലേ ആ കാല ഗ്രൂപ്പിനോട് പോയി മിണ്ടിക്കോ. ഇവിടെ കമാന്നൊരു അക്ഷരം മിണ്ടി പോരുത്. അവൻ വരുന്നുണ്ട്, അവനോട് തന്നെ ചോദിച്ചു. നിക്കടാ അവിടെ. അവിടെ നിൽക്കാൻ സത്യം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കടന്നാ മതി. നീ ഇവിടെ 10 രൂപ എടുത്തോ. എന്റെ ദൈവമേ, ഞങ്ങളെ ഇവളിനി പറയാൻ ബാക്കിയൊന്നുമില്ല. പറഞ്ഞാലെന്താ? ഞാൻ പാടുവിട്ടുണ്ടാക്കി ഇൻസ്റ്റാൾമെന്റ് അടിക്കാൻ വെച്ചിരുന്ന കാശല്ലേ? നിന്റെ എല്ലാ കാശും പലിശ ഉയർത്തിയാൽ തിരിച്ചു തരാം. അവിടെ അമ്മേ, എനിക്കൊരു ഉദ്യോഗം കിട്ടി. സർക്കാർ ജോലിയാ. നേരോ? എന്റെ ഭഗവതി, എന്റെ പ്രാർത്ഥന നീ കേട്ടു. എവിടെയാ ചേട്ടാ? കാസർഗോഡ് ഞണ്ട് ഗവേഷണ കേന്ദ്രത്തിലാ. മറ്റൊന്ന് ചാർജ് എടുക്കണം. ഞണ്ടായാലും തൊണ്ടായാലും സർക്കാർ ജോലിയല്ലേ, അതിന്റെ ഒരു അന്തസ് വേറെയാ. അയ്യോ, ചേട്ടന് ഇട്ടുണ്ടോ ഷർട്ടില്ലല്ലോ. നീ ഇങ്ങനൊരു ഷർട്ട് തയ്ച്ചു. ഷർട്ട് കൊണ്ടൊന്നും കാര്യമായിടി. വണ്ടിക്കൂലി കാശ് വേണ്ടേ? പിന്നെ ശമ്പളം കിട്ടുന്നവരെ ചെലവ് ചെയ്യണ്ടേ? മഹാലക്ഷ്മി കയറി വന്നപ്പോ ഇരിക്കാൻ കൊടുക്കാൻ തടുക്കില്ല എന്ന് പറഞ്ഞ പോലെ ആയല്ലോ കാര്യം. ഇനിയിപ്പോ ആരോടാ ചോദിക്കുന്നേ? ചൊവ്വാഴ്ചയാണെന്ന് വെച്ചാ ഒരു കറവപ്പശു. മിണ്ടായിരിക്കാൻ. ചൊവ്വാഴ്ച ഞാൻ ഉരുട്ടി വിഴുങ്ങിയാന്. ചൊവ്വാഴ്ചയും കറവപ്പശു. ചേട്ടന് എത്ര രൂപയാ വേണ്ടത്? എല്ലാം കൂടെ ഒരു 100-100 രൂപയെങ്കിലും ഉണ്ടോ? ഒരു ഒറ്റ നിൽക്കും മിണ്ടാണ്ടിരുന്ന പിള്ളേർ നിൽക്കുന്നു കേട്ടോ. അച്ഛാ, ഇതുകൊണ്ടായി പണയം വെച്ച് കാശ് വാങ്ങിക്കേ. അച്ഛനും കത്തേരും ഒന്നും പോണ്ട, ഇങ്ങോട്ടുണ്ടോ? ഞാൻ പൊക്കോളാം. ഇനി ഇതും കൊണ്ടുപോയി ആർക്കെങ്കിലും ജാമ്യം കൊടുക്കാന്. എന്തോനുള്ള ഇങ്ങനെ കുത്തിയിരിക്കാനല്ലാതെ കണക്ക് പറഞ്ഞ് തിന്നാനറിയാം. മോളെ, അടുപ്പത്തൊരു കണ്ണു വേണേ. അമ്മ എളുപ്പം വരാം. അയ്യോ, ഇരിപ്പൊ. ചേട്ടാ, ഷർട്ട് ഉരുത്താ, അളവെടുക്കട്ടെ. വാ. ഉള്ള ലക്ഷണം കണ്ട് ആരെങ്കിലും പിടിച്ച് അകത്തിട്ട് പോലീസുകാർക്ക് ജാമ്യം നിൽക്കാൻ പിന്നെ ഞാൻ വേണം. 2-3 പിള്ളേരുണ്ടായത് പോലും എങ്ങനെയാന്ന് അങ്ങേർക്ക് അറിയത്തില്ല. പ്രിയപ്പെട്ട അച്ഛൻ വായിച്ചറിയുന്നതിന് അച്ഛന്റെ അനുഗ്രഹം കൊണ്ട് ഓഫീസിൽ എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. താമസിയാതെ തന്നെ പ്രൊമോഷനും ഒപ്പം നാട്ടിലേക്ക് തന്നെ ഒരു സ്ഥലം മാറ്റവും ശരിയാക്കി തരാമെന്ന് ഓഫീസർ വാക്ക് തന്നിട്ടുണ്ട്. തുടക്കത്തിൽ 1500 രൂപ ശമ്പളം കിട്ടും. പ്രൊമോഷൻ ആയാൽ ശമ്പളം ഇരട്ടിയാവും. ശമ്പളം കിട്ടിയാലുടൻ ഞാൻ വീട്ടിലേക്ക് വരും. അച്ഛന് ഒന്നാന്തരം ഒരു കസവും മുണ്ടും ചൈനീസ് സിൽക്കിന്റെ ഒരു ജുബായും കൊണ്ടുവരുന്നുണ്ട്. പ്രസന്നയ്ക്ക് ഒരു സാരിയും ബ്ലൗസും, പ്രഭയ്ക്ക് ഒരു സൽവാറും കമ്മീസും. അയ്യോ, പിന്നെ ഒരു രഹസ്യം കൂടി, അമ്മ അറിയരുത്. 500 രൂപ അച്ഛാ, 500 രൂപ അച്ഛന്റെ പേരിൽ ബാങ്കിൽ അടയ്ക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ത് പറ്റി? പ്രാന്ത പിടിച്ചോ? ഞാനേ ഒരു സ്വപ്നം കണ്ടു. എന്താ പിന്നെ കണ്ടത്? ചെറുക്കന്റെ കത്ത് വന്നു. അവൻ മാസാമാസം 500 രൂപ എന്റെ പേര് ബാങ്കിൽ അടയ്ക്കുന്നുണ്ടെന്ന്. ജോലിക്ക് പോയ ചെറുക്കൻ ബസ്സിൽ പോലും കയറി കാണത്തില്ല. അതിനു മുമ്പേ തുടങ്ങിയ അത്യാഗ്രഹം. ചുമ്മാ വല്ല ഗുണം പിടിക്കാം. അവിടെ എങ്ങും കാണാനില്ല. എവിടെ പോയി അന്വേഷിക്കും? ദൈവം, എനിക്ക് വയ്യ. അയ്യോ, അങ്ങോട്ട് എഴുന്നേറ്റേ, അങ്ങോട്ട് എഴുന്നേക്കാൻ, അങ്ങോട്ട് എഴുന്നേറ്റേ. എന്താ? നമ്മുടെ മൂത്ത സന്തതിയെ കാണാനില്ല. ആര്? പ്രശോഭോ? അയ്യോ, അവൻ മരിച്ചു പോയില്ലേ. പ്രസന്നെ കാണാനില്ലെന്ന്, പ്രസന്നെ കാണാനില്ലെന്ന്. മരത്തിലും കണത്തിലൊക്കെ നോക്കി. അമ്മ ചേച്ചിയുടെ പെട്ടി സാരിയൊന്നും കാണാനില്ല. അയ്യോ, ഭഗവാനെ മാറി. എന്റെ ദൈവമേ, കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഓ എന്റെ ദൈവമേ, അവളാ കാശ് എടുത്തോണ്ടാണല്ലേ ഭഗവാനെ പോയി കളഞ്ഞത്. എന്റെ ദൈവമേ, ഗുണം പിടിക്കത്തില്ല.
അയ്യോ അമ്മ അവളെ എന്റെ ദൈവമേ മിണ്ടി പോരുന്നു കൊന്നുകളെ ഞാൻ. അവളൊരു അൽഫോൻസ വന്നിരിക്കുന്നു. പറയാനാണോടി കുറ്റം? അവിടെ ആങ്ങളുടെ ഉയ്യ വിറ്റ കാശും കൊണ്ടല്ലേ അവള് പൊക്കളഞ്ഞത്. ഇതിനൊക്കെ കാരണതാ ഈ കിടക്കുന്ന മുതുകാലിന്. നിങ്ങൾ എന്തിനാണ് ആ കാശ് വലിച്ചെറിഞ്ഞത്? അതുകൊണ്ടല്ലേ അവൾ അത് എടുത്തോണ്ട് ഓടിക്കളഞ്ഞത്. ഇങ്ങനെ മഴ